ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ മാർക്കറ്റ് വളരെ സ്റ്റീപ്പായിട്ടാണ് ഇറങ്ങിയത്. ഒരു 1-2 മാസമായിട്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എപ്പോഴും ഭയങ്കര ഫാസ്റ്റായിട്ട് ഇറങ്ങുമ്പോഴും ഒരു റിക്കവറിയും അതുപോലെ ഫാസ്റ്റായിരിക്കും. ഇറങ്ങിയ എല്ലാ പോർഷനും അതുപോലെ ഫാസ്റ്റായിട്ട് കയറില്ല. പക്ഷേ ഇനിഷ്യലായിട്ടുള്ളൊരു പുൾ ബാക്ക് ഉണ്ടാവും. അതുപോലെ 2008 റിസഷൻ, പിന്നെ 2020 കോവിഡ്. 2020 റിസഷന് ശേഷം കയറിയത് ഭയങ്കര ഫാസ്റ്റായിട്ടായിരുന്നു റിക്കവറി. 2020 കോവിഡിന് ശേഷം 7,000 വന്നിട്ടാണ് 26,200 പോയത്. അവിടെ നിന്ന് പിന്നീട് കറക്ഷൻ ഉണ്ടായി. അപ്പോൾ ആ ഒരു റിക്കവറി 5,000 പോയിന്റ് ഇറങ്ങി 5,000 പോയിന്റ് അതുപോലെ കയറത്തില്ല. പക്ഷേ ഇനിഷ്യലി ഉള്ള ഒരു മൂവ്മെൻറ്റ് അത് ഗ്രാബ് ചെയ്യാൻ സാധിച്ചാൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ചാർട്ട്സോ. ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ടുണ്ടായിരിക്കുന്ന ഒരു ചാനലാണ്. വലിയ റേഞ്ചാണ് മാർക്കറ്റിന്. കാരണം എപ്പോഴും നല്ലൊരു റേഞ്ച് ഉണ്ട്. ഒരു 300 പോയിന്റ്, ഒരു 400 പോയിന്റ്, എപ്പോഴും ഗ്യാപ്പ് ഡൗണോ ഗ്യാപ്പ് അപ്പോ ഡൗണോ ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല റേഞ്ചിലാണ് ഇപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളൊരു ചാർട്ടാണ്. ഇതൊരു നല്ല രീതിയിലൊരു കഴിഞ്ഞ 1.5 മാസമായിട്ട് വീണുള്ള ഒരു ചാർട്ടാണ്. 12-14% പറഞ്ഞ പോലെ വീണിട്ടുണ്ട്. ഇതിൽ വളരെ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ചാനലായിരുന്നു. അതൊരു 4-5 ദിവസം മുന്നേ ഒരു ബ്രേക്കൗട്ട് ഉണ്ടായി. അത് ബ്രേക്കൗട്ട് ഉണ്ടായപ്പോഴത്തേക്കും ഒരു ഗ്യാപ്പ് ഉണ്ടായി, ഒരു 800 പോയിന്റ് ഗ്യാപ്പ് ഉണ്ടായി. ഇത് എപ്പോഴും ഇനി മൊമെൻറ്റം ഉണ്ടാകുമ്പോഴത്തേക്കും ഓവർ സോൾഡായിട്ട് നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്നാണ് മൊമെൻറ്റം ഉണ്ടായി. എല്ലാ സെക്ടറും ഓവർ സോൾഡായിരുന്നു. അതുകൊണ്ട് പെട്ടെന്നൊരു മൊമെൻറ്റം ഉണ്ടായി മാർക്കറ്റ് കയറി തുടങ്ങിയപ്പോൾ ഫോർച്യുനേറ്റ്ലി ഒരു ഗ്യാപ്പ് ഓപ്പൺ ഉണ്ടായി 20 EMA മുകളിൽ മാർക്കറ്റ് എത്താൻ സാധിച്ചു. അത് വളരെ പോസിറ്റീവാണ്. ഇനി ഇറങ്ങിയാലും സപ്പോർട്ട് 20 EMA അത് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് 23,500 ആണ്. അത് ഫസ്റ്റ് സപ്പോർട്ട്. ദെൻ എപ്പോഴും മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോകാൻ ടെൻഡൻസി കാണിക്കാറുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിലും ഒരു സെക്കൻഡ് സപ്പോർട്ട് ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ ഒരു 23,200 റേഞ്ച്. അപ്പോൾ 23,500 23,200 നല്ല സപ്പോർട്ടായിരിക്കും. ഇപ്പോൾ ഉള്ള ഒരു ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സിൻ്റെ ഭയങ്കര മോശം വേഴ്സ്റ്റ് എന്തെങ്കിലും വന്നാൽ മാത്രമേ റീസെൻ്റ് ആയിട്ടുള്ള ലോ പൊട്ടാനുള്ള ചാൻസ് ഉള്ളൂ. ഇനി റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇത്രയും വന്ന് വീഴുന്നതിൽ തിരിച്ച് ബൗൺസ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു 61.8 റീട്രേസ്മെൻറ്റ് എന്ന് പറയുന്നത് 24,750 ആണ്. ഈ 24,750 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 24,750 24,800 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്ന ഉറപ്പായിട്ട് നമുക്ക് പറയാം. ഇത് കോവിഡ് തൊട്ടുള്ള നമ്മുടെ ചാനലാണ്. കോവിഡ് മുതൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് കയറി. ഈ മാർക്കറ്റ് എപ്പോഴും അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതേപോലുള്ള ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് എല്ലാം അതായത് സ്ട്രെയിറ്റ് ആയിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റായിരുന്നു. ഈ താരിഫ് ഇഷ്യൂവും കാര്യങ്ങൾ കാരണം ഇങ്ങനെ പോയത് മൂവ് തന്നെയാണ്, പക്ഷേ അപ്മൂവ് മൂവ് തന്നെയാണ്. പക്ഷേ ആ ടൈം ആ ഒരു ഫാസ്റ്റ് കുറച്ചു. പക്ഷേ മാർക്കറ്റ് ഇപ്പോഴും സ്റ്റിൽ ബുള്ളിഷ് തന്നെയാണ്. പക്ഷേ ഇതിനേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ള മാത്രമേ മാർക്കറ്റ് താഴെ പോകത്തുള്ളൂ. താങ്ക് യു.